ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ ഇവിടെ ഒന്നും കാണാണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് കുറേശ്ശെ മൂടൽമഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കോട കോട കണ്ടോ, എന്തോ ഭംഗിയല്ലേ. ഗുഡ് മോർണിംഗ് ഗൈസ്. കണ്ടോ, കോടയാണ്, ഫുള്ള് കോടയാണ്. ഞങ്ങളിപ്പോൾ ഒരു 8 മണി 8:30 ആയപ്പോഴാണ് എണീറ്റ് വന്നത്. തണുത്തിട്ട് ഉറങ്ങാനും വയ്ക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങിട്ടോ. ഇവിടെ വന്ന് 2ാമത്തെ ദിവസമായതുകൊണ്ട് ആ തണുപ്പിനോട് നമ്മൾ കുറച്ച് അറ്റാച്ച്ഡ് ആവാത്തത് കുറച്ച് ഉള്ളിലിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഇങ്ങോട്ടൊക്കെ പോകണമെന്നൊന്നും പൂണ്ടി അതേമാതിരി സ്വിറ്റ്സർലാൻഡിൻ്റെ അതേ ഒരു ക്ലൈമറ്റും സീനറിയൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങളും പ്ലേസസൊക്കെ ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ പോകണം. അപ്പം 2ാമത്തെ ദിവസമാണ്. പോവാല്ലേ? അപ്പോൾ വയ്യ, ലൈറ്റ് നല്ല കത്തുണ്ട്. ഹലോ മക്കളെ, അങ്ങനെ ആശയുടെ ലൈറ്റ് കത്തുന്ന വാച്ച് മുതൽ ഹെയർ പിന്ന് വരെ ബാഗിലാക്കി നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തും റൂം വെക്കേറ്റ് ചെയ്യാൻ നേരത്തും ധൃതിയാണ് എല്ലാവർക്കും. അതെടുത്തോ ഇതെടുത്തോ മറ്റേതെടുത്തോ മറിച്ചതെടുത്തോ, അത് ചെയ്തോ ഇത് ചെയ്തോ, അത് മറന്നില്ലല്ലോ ഇത് മറന്നോ, അങ്ങനെ 100 കൂട്ടം സംശയങ്ങൾ നമ്മൾ മലയാളീസിനുണ്ടാവും. മേ ബി എനിക്ക് തോന്നുന്നു ട്രാവൽ ചെയ്യുന്ന ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇത് ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഒരു കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ക്ലൈമറ്റ്. നല്ല തണുപ്പുണ്ട്, പക്ഷെ നമ്മൾ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് വലിയ തണുപ്പ് ഇന്നേക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഇതിന് ഫ്ലോക്ക് ഒരു സെറ്റ് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ വെയിലിൻ്റെ അവസ്ഥ ഇതെവിടെ കേട്ടല്ലോ, നമ്മുടെ ആശിക്കുട്ടൻ പറഞ്ഞത് കണ്ണ് കാണാൻ മേല, നല്ല പൊള്ളലുണ്ട്. ഇവിടുത്തെ ഈ ക്ലൈമറ്റ് കൊണ്ട് തോന്നുന്നു ഇവിടെ നല്ല പോലെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലെ റോസാപ്പൂ ഇല്ലേ, അതൊക്കെ ഇവിടെ എത്രയാണ് ഉണ്ടാവുന്ന അറിയോ. ഇനി ഫോട്ടോ സെക്ഷൻ ആവാം. അമ്മയും പേരക്കുട്ടികളും മരുമക്കളും എല്ലാവരും കൂടിയുള്ള ഒരു ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട്. ഇതാണ് മക്കളെ പൂണ്ടി. നല്ല രസമല്ലേ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ. നമ്മൾ ഡയറിയൊക്കെ അല്ലെങ്കിൽ ബുക്സൊക്കെ അടുക്കി വെക്കുന്ന പോലെ നല്ല അടിപൊളിയല്ലേ. പ്രകൃതിയുടെ ഓരോ വികൃതികൾ കണ്ടോ. ചുറ്റും പൈൻ മരങ്ങളാണ്, കാടും ആ ക്ലൈമറ്റും മൂടൽമഞ്ഞും. ഇനി എവിടെയാ പോണത്? കൂഗൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കൂഗൽ ലേക്ക്. കേട്ടല്ലോ. ഇനി അടുത്തത് പോകുന്നത് പൂക്കലിലേക്ക്. കൂക്കൽ സോറി, അവനെ പറഞ്ഞ് പഠിപ്പിച്ച ഞാൻ, എനിക്കിവിടെ തെറ്റി. ഞങ്ങളെ ഈ നൃത്തം കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുതേ. യൂറി പാസ് ചെയ്യാനല്ല. മേ ബി പാസ് ചെയ്ത് പോവും, കാരണം ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, മുന്നത്തെ വീഡിയോയിലും പറഞ്ഞു, ആരും വാഷ്റൂം അതേപോലെ തന്നെ വെള്ളം, സ്റ്റേക്കേഷൻ ഇതൊന്നും നമുക്ക് വിചാരിച്ച പോലെ കിട്ടണം എന്ന് പ്രതീക്ഷിച്ച് ഇവിടെ വരരുത്. ഇതാണ് കേട്ടോ കൂഗൽ ലേക്ക്. അടിപൊളിയാണ്. ആമ്പലും താമരയൊക്കെ നല്ല രീതിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ്, കോട നിറഞ്ഞ് ചുറ്റുപാട്. ഞാൻ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടെ കയറാണ്ട് നമ്മൾ നേരെ പോയത് വേറൊരു സ്ഥലത്തോട്ടാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി. നിങ്ങൾക്ക് ആരെങ്കിലും അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ അപേക്ഷിക്കുകയാണ്. കൂഗൽ ലേക്കിലേക്ക് കുറച്ചും കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. മെയിൻ ലേക്ക് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയൊരു വാട്ടർഫാൾ മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണില്ല. അത് വേസ്റ്റാണെന്നാണ് നമ്മൾ അറിഞ്ഞത് എല്ലാവരുടെയും ചോദിച്ചപ്പോൾ. അപ്പോൾ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അല്ലടോ, ഇനി ഈ കാണുന്നതാണോ ഇവിടുത്തെ വെള്ളച്ചാട്ടം? പറയാൻ പറ്റില്ലേ. കാരണം കൊടൈക്കനാലിൽ
അങ്ങനെ കുറേയേറെ പറ്റിക്കൽ കേന്ദ്രംസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഷീപ്പ് ഫാം. മന്നവൂരിലാണ് കേട്ടോ ഇത്. മന്നവൂർ ലേക്കിൻ്റെ അടുത്താണ്. ഇവിടെ ഇഷ്ടംപോലെ ലേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാരും മിസ് ചെയ്യാണ്ടിരിക്കുക. നല്ല രസമാണ് വ്യൂസൊക്കെ കാണാൻ. അതേമാതിരി തന്നെ പൂണ്ടി, ഇതാണ് പൂണ്ടിയിലേക്കുള്ള വഴി. നമ്മൾ ചെറുതായിട്ട് അവിടുന്ന് ഷൂട്ട് ചെയ്തു എന്നല്ലാണ്ട് പൂണ്ടി കറക്റ്റായിട്ട് നമ്മൾ പോയിട്ടൊന്നുമില്ല. അതിന് കാരണങ്ങൾ നമുക്ക് തിരിച്ച് അന്ന് തന്നെ എത്തണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. നിങ്ങൾ പോകുമ്പോൾ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് പോവുക. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ ഞങ്ങൾ ഓടിപ്പിടിച്ച് പോയി എങ്ങനെയൊക്കെയോ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. അതും മലയാളികളെ റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചിലായി എന്ന് പറയാം. സാ റെസ്റ്റോറൻറ്റ്. നമ്മൾ കൊടൈക്കനാലിൽ ദിണ്ടിക്കലിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് കുറച്ച് അപ്പുറത്തേക്കായിട്ട് ഈ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഒരു എന്താ പറയുക, നമ്മൾ വല്ലാത്ത എല്ലാവരെയും മാടി വിളിക്കുന്ന ഒരു ലേക്ക്, അതായത് തടാകം എന്ന് പറയാം മലയാളത്തിൽ. ഇത് കാണാനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ അവസ്ഥ കാണണ്ടേ? കണ്ടിട്ട് പോയോ? പൂണ്ടി ലേക്ക് കാണാനുള്ള നടത്താണിത്. എടോ അയ്യോ, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇറക്കും ഒരു കയറ്റും. ഇതിപ്പോൾ രണ്ടാമത്തെ കയറ്റും രണ്ടാമത്തെ ഇറക്കും. ഈ ഫുഡ് കഴിച്ചതിൻ്റെ ബലത്തിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കയറിപ്പോകുന്നത്. പക്ഷേ കയ്യിലൊന്നുമില്ല, എന്നാലും നായക്കുട്ടീനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ അമ്മ പറഞ്ഞത് പെട്ടെന്ന് ഇറങ്ങിപ്പോരുട്ടോ, കാരണം വന്യമൃഗങ്ങൾ വല്ലാണ്ട് ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന്. അത് കേട്ടോടം വൈകി ചെറുതായിട്ടൊന്ന് വയറ് കാളിയിച്ചെങ്കിലും ഇറങ്ങി. 5:30 ഒക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത്. ബട്ട് ഇറങ്ങി അത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിലും 2-3 കയറ്റവും കയറി 2-3 ഇറക്കവും കഴിഞ്ഞ് ഇറങ്ങി ചെന്നപ്പോൾ എൻ്റെ പൊന്നോ, വേറൊരു ലോകം. ഇത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാണ്ടിരിക്കുക. കൊടൈക്കനാൽ ദിണ്ടുക്കലിൽ നമ്മുടെ സാ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി നടക്കാനുണ്ട്. അവർ പറയും 1 കിലോമീറ്ററേ ഉള്ളൂ എന്ന്. 2-3 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കിയിട്ടും പോവുക. പക്ഷേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ഓഫ് ബെസ്റ്റ് പ്ലേസാണ് കൊടൈക്കനാലിൽ. ചില കാര്യങ്ങൾ നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവല്ലേ, അതിൽ ചില കാര്യങ്ങളിൽ വലിയ ഒരു കാര്യമാണ് ഇത്. നിങ്ങൾ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. ഇവിടുന്ന് കുറേയേറെ വീഡിയോസ് ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് ഇൻസ്റ്റയിലും FBയിലൊക്കെ പോസ്റ്റ്. ഒരിക്കലും നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ഞങ്ങൾ കണ്ട കാഴ്ചയെ വർണ്ണിക്കാൻ പറ്റില്ല. അത്രയും ഒപ്പിയെടുത്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റില്ല. ഇതിൻ്റെ എത്രയോ 10 മടങ്ങാണ് നിങ്ങൾ കാണാനും ആസ്വദിക്കാനും ഇവിടെയുള്ളത്. ദിണ്ടുക്കൽ, ഓർമ്മ വെച്ചു, ദിണ്ടുക്കൽ.
അടുത്തത് ഞങ്ങളുടെ സമൂഹഗാനം. ആ ഷോപ്പിലെ ആള് എന്താ നമുക്ക് റൂട്ട് പറഞ്ഞു നിന്നത്? ഒരു കയറ്റം ഒരിറക്കം. എന്നിട്ട് നമ്മൾ എത്രണ്ണം കയറി? എത്രണ്ണം കയറി? എത്രണ്ണം ഇറങ്ങി? ഇനി എത്രണ്ണം കയറണം? ആരൊക്കെ തള്ളണം? പറയാൻ പറ്റില്ല. കുതിര കറിയുണ്ട്. കാലം ഉണ്ടാക്കിയത് ദേഷ്യം പിടിച്ചിട്ടാ. ഇത് കഴിയുക എന്താ കുതിര. രണ്ട് കാളക്കുട്ടന്മാർ കുത്താൻ വന്നപ്പോൾ അമ്മയും പിള്ളേരും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നാട്ടോ ആലോചിച്ചിരുന്നത്. മഞ്ഞ് വീണുകൊണ്ട് തന്നെ അമ്മ ഷാളുകൊണ്ട് തല മറിച്ചിരുന്നു. അങ്ങനെ അവരൊന്ന് കൂളായപ്പോൾ നമ്മൾ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ചില യാത്രകളിൽ ചില മുഹൂർത്തങ്ങൾ നമുക്കൊരു ഓർമ്മപ്പെടുത്തലായിട്ട് വരുമല്ലേ. എല്ലാം തികഞ്ഞിട്ട് നമ്മളെല്ലാം നേടിയെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ നിർത്തേ ഉണ്ടാവുള്ളൂ. കൊടൈക്കനാൽ എക്സ്പീരിയൻസ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എല്ലാം തികഞ്ഞ് എല്ലാം വരട്ടെ, എല്ലാ ഫെസിലിറ്റീസും വരട്ടെ, എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ ആ ഇരുത്തേ ഉണ്ടാവുള്ളൂ. നല്ലതല്ലേ യാത്ര? ഓരോ യാത്രയും ഓരോ ഓർമ്മകളായിട്ട് ഇവിടെ കുറിച്ചിടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.